അവരോട് ഇപ്രകാരം പറയുകയും ചെയ്യുന്നു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകലും നിങ്ങളതിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന് പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ടുവരും. നിങ്ങൾ എന്തിന് ഇത് ചെയ്യുന്നു എന്നാരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടേക്കും. അവർ പോയി തെരുവിൽ പുറത്തു വാതിൽക്കൽ കെട്ടിയിരുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കവേ അവർ നിന്നവരിൽ ചിലർ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു. അവർ യേശു തമ്പുരാൻ കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം കഴുതക്കുട്ടിയെ യേശു തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും യേശു തമ്പുരാൻ അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്നും ചെറു ശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അവന് മുമ്പേയും പിമ്പേയും പോയിക്കൊണ്ടിരുന്നവർ ഇപ്രകാരം ആർത്തു വിളിച്ചു പറഞ്ഞു: ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന. യേശു തമ്പുരാൻ യെരൂശലേമിൽ ദൈവാലയത്തിൽ പ്രവേശിച്ച സംഭവം കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അവൻ 12 പേരോടുകൂടി ബെഥാനിയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥാനിയിൽ നിന്ന് പോരുമ്പോൾ അവൻ വിശന്നു. ഇലകളുള്ള ഒരു അത്തിവൃക്ഷം ദൂരെ കണ്ടിട്ട് അത് പലതും കണ്ടേക്കാമെന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിനൊന്നും കണ്ടില്ല. എന്നാൽ അത്തിവൃക്ഷത്തിന്റെ കാരണമായിരുന്നു. അവൻ അതിനോടായി എന്നേലും ഒരുവൻ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്ന് യേശു തമ്പുരാൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറ്റുന്നവരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളും കടപ്പീഠങ്ങളും മറിച്ചിട്ടു. ദൈവാലയത്തിനകത്തുകൂടി ഒരുവൻ സാമാനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ അവൻ സമ്മതിച്ചില്ല. അവൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ഭവനം സകല ജാതികൾക്കും പ്രാർത്ഥനാഭവനമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി